നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് കയ്യിൽ ഒരുപാട് ലാദർ എടുത്തിട്ട് ഫേസ് വാഷ് ചെയ്യരുത്. കാര്യം എന്ന് വെച്ചാൽ ലാദറിംഗ് എന്ന് വെച്ചാൽ അതിനകത്തുള്ള സർഫാക്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഒരുപാട് സർഫാക്ടന്റ് ഉള്ള ഫേസ് വാഷുകൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ചിലപ്പോൾ എക്സ്ട്രീംലി ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഓയിൽ സ്ട്രിപ്പ് ഔട്ട് ചെയ്യും. അപ്പൊ നിങ്ങളുടെ എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ കുറഞ്ഞ പതയുള്ള ഫേസ് വാഷുകൾ വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ ഫോമിംഗ് ഫേസ് വാഷുകൾ വാങ്ങിക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. ടാറ്റ. നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് കയ്യിൽ ഒരുപാട് ലാദർ എടുത്തിട്ട് ഫേസ് വാഷ് ചെയ്യരുത്. കാര്യം എന്ന് വെച്ചാൽ ലാദറിംഗ് എന്ന് വെച്ചാൽ അതിനകത്തുള്ള സർഫാക്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഒരുപാട് സർഫാക്ടന്റ് ഉള്ള ഫേസ് വാഷുകൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ചിലപ്പോൾ എക്സ്ട്രീംലി ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഓയിൽ സ്ട്രിപ്പ് ഔട്ട് ചെയ്യും. അപ്പൊ നിങ്ങളുടെ എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ കുറഞ്ഞ പതയുള്ള ഫേസ് വാഷുകൾ വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ ഫോമിംഗ് ഫേസ് വാഷുകൾ വാങ്ങിക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. ടാറ്റ.